ശ്രീ അനിൽകുമാർ, ഏതായാലും അന്വേഷണ സംഘം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ചെന്നൈയിൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി അന്വേഷണം നടത്തുകയാണ്, പരിശോധന നടത്തുകയാണ്. നേരത്തെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. പ്രാഥമികമായി തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു കൊള്ള തന്നെയാണ്. ഈ പ്രതിപട്ടികയിൽ ഭൂരിഭാഗം പേരും ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥരെ ആരാണ് ഉപയോഗപ്പെടുത്തിയത്? ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ? മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നു, പിന്നാലെ വരുന്ന സംഭവങ്ങൾ കൂട്ടിയിണക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന പിന്നിൽ ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതുകൂടി പുറത്തു വരാനുണ്ട്. അതെ, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നാണ് ഇത്രയും കാര്യങ്ങൾ പുറത്തു വരാൻ കാരണം. ഏഷ്യാനെറ്റ് അത് അവരുടെ മുതലാളിയായിട്ടുള്ള ശ്രീ BJP പ്രസിഡന്റ് ആഗ്രഹിച്ച പോലെ സ്മാർട്ട് ക്രിയേഷൻ സ്മാർട്ടാണ്. അവര് നല്ല ചെമ്പിൽ മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അവര് സ്വർണം വേർതിരിച്ചെടുക്കാറില്ല തുടങ്ങി എന്തെല്ലാം വാദങ്ങളാണ് അവരുടെ അഭിഭാഷകനെ ചാനലിൽ കൊണ്ടു നിർത്തി ബ്രേക്ക് ചെയ്തത്. OTയെ വിശുദ്ധനാക്കേണ്ട വിധം അയ്യപ്പ സംഘത്തെ അട്ടിമറിക്കാൻ ഏഷ്യാനെറ്റാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ദുരുപയോഗിച്ചത്. അവസാനം OTയും സ്മാർട്ട് ക്രിയേഷൻസും എല്ലാം വിശുദ്ധന്മാരല്ല എന്ന് തെളിയിച്ചത് കേരളത്തിലെ വിജിലൻസ് ആണ്. 2, ശബരിമലയിൽ തന്ത്രി അടക്കമുള്ള മേൽശാന്തി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് പല മഹസ്തുക്കളും തയ്യാറാക്കിയത് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്നു. ഇതിനർത്ഥം എന്താണ്? ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനത്തോടൊപ്പമല്ല, തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് അവിടെ പ്രവർത്തിക്കാൻ ഇടവന്നത് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികൾക്കടക്കം അക്കാര്യത്തിലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നിയമപരിശോധനയുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഏതറ്റം വരെയും പോയി മുഴുവൻ കുറ്റവാളികളെയും പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരിക എന്നതിൽ കേരള സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അത് ഇതേവരെയുള്ള ഈ നിമിഷത്തിൽ കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസിനെ ശരിവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് വീണ്ടും വീണ്ടും കരുത്താർന്ന നിലയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം അയ്യപ്പ സംഘവുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് മിക്കവാറും പ്രതികൾക്ക് അയ്യപ്പ സംഗമത്തിൽ സ്വീകരണം കൊടുക്കുന്നതിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ കഴിയും. യഥാർത്ഥ പ്രതികൾ കേരളത്തിലെ പ്രതിപക്ഷവുമായിട്ട് ഗൂഢാലോചന നടത്തുന്നവരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെ നന്ദി ശ്രീ അനിൽകുമാർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച